ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ പേര് അഞ്ജു. വെൽക്കം ടു ദി ചാനൽ. ഇപ്പൊ യൂഷ്വലി നമ്മൾ ഈ ചാനലിൽ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ സീരീസ് തുടങ്ങുകയാണ് ഈ ചാനലിൽ, സ്കിൻ ഇൻ ഡെപ്ത്. അപ്പം ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് സ്കിന്നിനെ കുറിച്ചും സ്കിന്നിന്റെ ഡീറ്റെയിലിനെ കുറിച്ചും ഒക്കെ പഠിക്കാം. എന്നിട്ട് നമുക്കൊരു സിമ്പിൾ അവനവന് ആവശ്യമുള്ള രീതിയിൽ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് ബേസ് തൊട്ട് നമുക്ക് പഠിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഞാനൊരു സ്കിൻ എക്സ്പേർട്ടോ ഡെർമറ്റോളജിസ്റ്റോ അല്ലെങ്കിൽ സർട്ടിഫൈഡ് സ്കിൻ സ്പെഷ്യലിസ്റ്റോ ഒന്നുമല്ല. ഞാൻ നാട്ടിലോട്ട് വന്നത് ഒരു 4 വർഷം മുമ്പാണ്. ഞാൻ പഠിച്ചത് വളർന്നൊക്കെ ഖത്തറിലാണ് കേട്ടോ. അപ്പൊ ഞാൻ നാട്ടിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പിലൊക്കെ ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. അപ്പം അന്നോട്ട് ഞാൻ ഈ സ്കിൻ കെയർ മേക്കപ്പ് വീഡിയോസ് കാണുക, സ്കിൻ കെയർ വീഡിയോസ് കാണുക, ആർട്ടിക്കിൾസ് വായിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയ ഇൻഫർമേഷൻ, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഞാൻ ഈ സ്കിൻ ഇൻ ഡെപ്ത് എന്ന് പറയുന്ന സീരീസിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാല്ലേ. നമ്മൾ ആദ്യമായിട്ട് ഒരു കടയിൽ പോയിട്ട് നമുക്കൊരു ക്രീം വേണമെന്ന് ചോദിക്കാന്ന് വെച്ചോ. അപ്പൊ അവരെന്ന് നമ്മളടുത്ത് ആദ്യം ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണ്? സോ അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം സ്കിൻ ടൈപ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. സ്കിൻ ടൈപ്സിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തിനാണ് ഇത്ര ഇമ്പോർട്ടന്റ് എന്ന് എന്നോട് ചോദിച്ചാൽ കാരണമുണ്ട്. നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്കിന്നിന് അതിന് വേണ്ടതായിട്ടുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഓയിലി സ്കിൻ ഉള്ളവർ ഡ്രൈ സ്കിൻകാർ യൂസ് ചെയ്യുന്ന പോലെ ഹെവി മോയ്സ്ചറൈസേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് അത് അവരുടെ സ്കിന്നിന് സൂട്ട് ആവില്ല. ബ്രേക്ക്ഔട്ട്സ് വരാനോ അല്ലെങ്കിൽ കൂടുതൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ സ്കിന്നിനെ അറിഞ്ഞ് നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മുടെ സ്കിൻ ബെറ്റർ ആവും, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കും. സോ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡ് ചെയ്യാനും സ്കിന്നിനെ കെയർ ചെയ്യാനും. അതുകൊണ്ടാണ് ആദ്യം ഞാൻ സ്കിൻ ടൈപ്സ് വെച്ചിട്ട് തുടങ്ങുന്നത്. സോ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ചെറിയൊരു ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ മുഖം വാഷ് ചെയ്യണം. ജെന്റിൽ ആയിട്ടുള്ള മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്ത് വേണം വാഷ് ചെയ്യാൻ. ഹാഷ് ആയിട്ടുള്ള ഫേസ് വാഷസ് അല്ലെങ്കിൽ സോപ്സ് ഒന്നും എടുത്ത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടില്ല. സോ നമ്മൾ മൈൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്കിൻ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം മിനിമം 1 മണിക്കൂർ നമ്മുടെ മുഖത്ത് ഒന്നും ചെയ്യരുത്. അതിനുശേഷം മുഖം വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യുകയോ ഒന്നും ചെയ്യരുത്. ജസ്റ്റ് ലിവ് ഇറ്റ്. 1 മണിക്കൂറിന് ശേഷം ജസ്റ്റ് അനലൈസ് ചെയ്യാം എന്താണ് നമ്മുടെ സ്കിന്നിന് ഫീച്ചേഴ്സ്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നുള്ളത്. ഇത് പ്രിഫറബിളി രാത്രി ചെയ്യാം. കുറച്ചുകൂടെ ആക്യുറേറ്റ് റിസൾട്ട് വരണമെങ്കിൽ ഞാൻ പറയും രാത്രി കിടക്കുന്നതിന് മുന്നേ മുഖം വാഷ് ചെയ്തിട്ട് കിടന്നുറങ്ങാം. രാവിലെ എഴുന്നേറ്റിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോഴാണ് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടാന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് നമ്മുടെ സ്കിൻ ടൈപ്പ് എപ്പോഴും ക്ലൈമാറ്റിക് കണ്ടീഷൻ, ഡയറ്റ്, വാട്ടർ ക്വാളിറ്റി ഇതൊക്കെ അനുസരിച്ച് അത് അഫക്ട് ചെയ്യുന്നുണ്ടോ. സോ നമ്മളിപ്പോ ഒരു സ്ഥലത്തുള്ള അതേ സ്കിന്നായിരിക്കില്ല വേറൊരു സ്ഥലത്ത്. എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഈ സ്കിൻ ടൈപ്പിനെ കുറിച്ച് കുറച്ച് എക്സ്പ്ലെയിൻ ആയിട്ട് പറയാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഖത്തറിലായിരുന്നപ്പം അവിടെ എപ്പോഴും എയർ കണ്ടീഷൻഡ് ആയിരിക്കുമല്ലോ റൂംസ് ഒക്കെ. അപ്പൊ എന്റെ സ്കിൻ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിരുന്നു. എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ. ഞാനും എന്റെ അമ്മയും എന്റെ അനിയത്തി ഞങ്ങളെല്ലാവരും ഡ്രൈ സ്കിൻ ഫാമിലി ആയിരുന്നു. പക്ഷെ ഞാൻ നാട്ടിലോട്ട് വന്നതിന് ശേഷം ഇവിടുത്തെ സമ്മർ ടൈമില് ഐ ലൈക്ക് എക്സ്ട്രീംലി ഓയിലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഓയിലി ആയിരിക്കും. ടീ സോൺസിലൊക്കെ ഭയങ്കര ഓയിലി ആയിരിക്കും. അപ്പം പക്ഷെ ഇവിടുത്തെ മൺസൂൺ ടൈം, ദാറ്റ് ഈസ് ചെറിയ മഴയൊക്കെ പെയ്ത് ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സമയത്തുണ്ട്. അപ്പൊ എന്റെ സ്കിൻ ഒരു നോർമൽ ടു കോമ്പിനേഷൻ അങ്ങനെ ഒരു സ്കിൻ ടൈപ്പ് ആയിരിക്കും. സോ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അനുസരിച്ച്, പിന്നെ നമ്മുടെ ഡയറ്റ്, വാട്ടർ ക്വാളിറ്റി ഇതിനൊക്കെ അനുസരിച്ച് നമ്മുടെ സ്കിൻ ടൈപ്പ് മാറും, വ്യത്യാസം വരും. അപ്പൊ നമ്മൾ എങ്ങോട്ടെങ്കിലൊക്കെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ അവിടുത്തെ കണ്ടീഷനൊക്കെ നോക്കിയിട്ട് വേണം നമ്മുടെ സ്കിൻ കെയർ അങ്ങോട്ടേക്ക് പാക്ക് ചെയ്യാൻ. അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻ എങ്ങനെയൊക്കെയാണെന്ന് അനലൈസ് ചെയ്യും. സോ ഈ സ്കിൻ ടൈപ്പ് നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അപ്പൊ നമ്മൾ ഈ സ്കിൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇഫ് യുവർ സ്കിൻ
ഇസ് എക്സ്ട്രീംലി ഷൈനി. ഇപ്പൊ നമ്മുടെ മുഖം ആകെ മൊത്തം ഭയങ്കര ഷൈനിയാണ്, ഗ്രീസിയാണ്. ഇപ്പൊ തൊടുമ്പോ ഒക്കെ ഭയങ്കര എന്താ പറയാ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യുന്നു. പിന്നെ ഈ മൂക്കിന്റെ ഇവിടെ ഒക്കെ കുറച്ച് എൻലാർജ്ഡ് പോസ് അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ യുവർ സ്കിൻ ഇസ് ഓയിലി സ്കിൻ. ഈ സ്കിൻ ടൈപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ചെറിയ ടിപ്സ് തരാം കേട്ടോ. സോ ഓയിലി സ്കിൻ ഉള്ളവര് pH ബാലൻസ്ഡ് ക്ലെൻസർ, ഓയിൽ ഫ്രീ മോയ്സ്ചറൈസർ, പിന്നെ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. നോൺ കൊമിഡോജനിക് എന്ന് എഴുതിയ പ്രോഡക്ട്സും നല്ലതായിരിക്കും. അത് നമ്മുടെ സ്കിന്നിന് ക്ലോഗ് ചെയ്യില്ല. ഐ കെൻ ടോട്ടലി റിലേറ്റ് ടു ഓയിലി സ്കിൻ പീപ്പിൾ ബിക്കോസ് ഇവിടെ എനിക്ക് മനസ്സിലാവും എപ്പോഴും ഷൈനി ഗ്രീസി ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഫുൾ നമ്മൾ ലൈക്ക് ഗ്രീസ് ബോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അത്ര ഷൈനി ആയിരിക്കും മുഖം. പിന്നെ ടച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഒരുമാതിരി സ്റ്റിക്കി ഒക്കെ. ഐ നോ ഇറ്റ്സ് നോട്ട് എ പ്ലസന്റ് ഫീലിംഗ്. പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്നറിയോ? വി ഡോണ്ട് ഏജ് ആസ് ഫാസ്റ്റ് ആസ് ഡ്രൈ സ്കിൻ പീപ്പിൾ. നമ്മുടെ ഏജിങ് പ്രോസസ് കുറച്ച് സ്ലോ ആണ്. അപ്പൊ നമ്മൾ അത്ര പെട്ടെന്ന് ഏജ് ആവില്ല കേട്ടോ. ഏജ് ആവില്ല എന്ന് പറഞ്ഞാൽ ഏജ് സൈൻസ് മുഖത്ത് കാണില്ല. സോ നെക്സ്റ്റ് ഇസ് ഡ്രൈ സ്കിൻ. ഡ്രൈ സ്കിൻ എപ്പോഴും ടൈറ്റ് ഓർ എന്താ പറയാ ഒരു സ്ട്രെച്ചി ഒക്കെ ആയിരിക്കും. പിന്നെ ഇച്ചി ആയിട്ട് തോന്നുമായിരിക്കും. നമുക്കിങ്ങനെ ഇടയ്ക്കൊരു ചൊറിച്ചിൽ പോലെ ഉണ്ടാവും. പിന്നെ ഡ്രൈ പാച്ചസ് ഉണ്ടാവും, ലൈക്ക് വൈറ്റ് ഡ്രൈ പാച്ചസ് അറൌണ്ട് ദി മൗത്ത്, നോസിന്റെ ഈ ഏരിയയിൽ ഇവിടെ ഒക്കെ യൂഷ്വലി ഭയങ്കര ഡ്രൈ പാച്ചസ് ഉണ്ടാവും. അതാണ് ഡ്രൈ സ്കിന്നുകാരുടെ ലക്ഷണങ്ങൾ. ഐ നോ ഇറ്റ്സ് നോട്ട് ദ ബെസ്റ്റ് ഫീലിംഗ്, ബട്ട് ഡ്രൈ സ്കിന്നുകാരുടെ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരുമാതിരി ഫ്ലോലെസ് ക്യാൻവാസ് ആയിരിക്കും. ദേ വിൽ നോട്ട് ഹാവ് പോർ ഇഷ്യൂസ് ഒക്കെ, ഫൈൻ പോസ് ഒക്കെ ആയിട്ട് ഒരുമാതിരി ഫ്ലോലെസ് ആയിട്ടുള്ള ക്യാൻവാസ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് ഓൾവേസ് എ പ്ലസ് പോയിന്റ്. അപ്പൊ ഡ്രൈ സ്കിന്നുകാർക്ക് എന്റെ പേഴ്സണൽ ടിപ്സ് ക്രീംസ് യൂസ് ചെയ്യാൻ നേരത്ത് കുറച്ചുകൂടെ തിക്കർ കൺസിസ്റ്റൻസിയിലുള്ള ക്രീംസ് യൂസ് ചെയ്യാൻ നോക്കുക. അത് കുറച്ചുകൂടെ മോയ്സ്ചർ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ മോയ്സ്ചർ ലോക്ക് ചെയ്യും. സോ കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള ക്രീംസ് സെലക്ട് ചെയ്യാൻ നോക്കുക. പിന്നെ സെക്കൻഡ് വൺ ഇസ് ലുക്ക് ഫോർ ഇൻഗ്രീഡിയൻസ് ലൈക്ക് ഗ്ലിസറിൻ, ഹൈലറോണിക് ആസിഡ്. ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള പ്രോഡക്ട്സ് വാങ്ങാൻ നോക്കുക, ബിക്കോസ് ദീസ് ആർ ഓൾ ഹ്യൂമക്ടൻസ്. നെക്സ്റ്റ് ഇസ് ലൈക്ക് ദി ബെസ്റ്റ് സ്കിൻ എന്ന് പറയാം, നോർമൽ സ്കിൻ. നോർമൽ സ്കിന്നുകാർ ഇസ് ലൈക്ക് ഓൾവേസ് ബ്ലെസ്ഡ്. അവർക്ക് പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ദേ ആർ നൈദർ ടു ഓയിലി നോട്ട് ടു ഡ്രൈ. അപ്പൊ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ദേ വിൽ ലൈക്ക് പെർഫെക്റ്റ്ലി ബാലൻസ്. നോർമൽ സ്കിന്നുകാരുടെ സ്കിന്ന് യൂഷ്വലി നല്ല സ്മൂത്ത് ക്യാൻവാസ് ആയിരിക്കും. അവർക്ക് ഡ്രൈ പാച്ചസോ അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഏരിയാസോ ഒന്നും ഉണ്ടാവില്ല. സോ ദേ ആർ ലൈക്ക് ദി ബെസ്റ്റ്, അല്ലെങ്കിൽ ബെസ്റ്റ് സ്കിൻ എന്ന് ഞാൻ പറയുന്നില്ല, എവറി സ്കിൻ ഇസ് ബ്യൂട്ടിഫുൾ, ബട്ട് ബ്ലെസ്ഡ് സ്കിൻ എന്ന് പറയാൻ തോന്നുന്നു. സോ നോർമൽ സ്കിന്നുകാർക്ക് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നുമില്ല. അവർക്ക് അവരുടെ പ്രിഫറബിളി അവർക്ക് എന്താണോ അവരുടെ സ്കിന്നിന് താല്പര്യം ആ ഒരു ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റും പ്രോഡക്ട്സ് ഒക്കെ. ബട്ട് എനിക്ക് തോന്നുന്നു ഡോണ്ട് യൂസ് ഹാഷ്. ഇപ്പം ഭയങ്കര ഓയിലി സ്കിൻ ടൈപ്പിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണെങ്കിൽ ഇറ്റ് വിൽ സ്ട്രിപ്പ് ദെയർ ഓയിൽസ് ഔട്ട്. അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ അത് ഭയങ്കരമായിട്ട് ഓവർ മോയ്സ്ചറൈസേഷൻ തന്ന് ചിലപ്പോൾ ബ്രേക്ക് ഔട്ട്സിനൊക്കെ ചാൻസ് ഉണ്ട്. സോ ജെന്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കാം. ഇനി ലാസ്റ്റ് ഒരു സ്കിൻ ടൈപ്പ് കൂടി ഉണ്ട്, കോമ്പിനേഷൻസ്. കോമ്പിനേഷൻ സ്കിൻ ഇസ് യൂഷ്വലി ദി കോമ്പിനേഷൻ ഓഫ് ഓയിലി സ്കിൻ ആൻഡ് ഡ്രൈ സ്കിൻ. സോ എങ്ങനെയാന്ന് വെച്ചാല്, സോ കോമ്പിനേഷൻ സ്കിന്നിന് ടീ സോൺ ഭയങ്കര ഓയിലി ആയിരിക്കും. ഈ ഒരു ഏരിയ ടീ സോൺ ഭയങ്കര ഓയിലി ആയിരിക്കും. പക്ഷെ ചീക്ക് ഏരിയാസ് യൂഷ്വലി കുറച്ച് ഡ്രൈ ആയിരിക്കും. ഇത് റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ചീക്ക് ഏരിയ ഭയങ്കര ഓയിലിയും ടീ സോൺ ഏരിയ ഡ്രൈ ആവാനും ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ഓയിലി ആൻഡ് ഡ്രൈ സ്കിൻ. സോ ഇവർക്ക് നോസിന്റെ അവിടെ ഇപ്പം ടീ സോൺ ആണ് ഓയിലി എങ്കിൽ നോസിന്റെ ഈ ഏരിയയിലൊക്കെ എൻലാർജ്ഡ് പോഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ചീക്സിലൊക്കെ ഡ്രൈ ഫ്ലേക്കി ആയിട്ടുള്ള പാച്ചസ് ഒക്കെ ഉണ്ടാവും. ഇത് തിരിച്ചാണെങ്കിൽ ഈ നോസിന്റെ ഏരിയ മൗത്തിന്റെ ഏരിയയിലൊക്കെ ഭയങ്കര ഡ്രൈ പാച്ചസും ഈ ചീക്കിന്റെ ഈ ഏരിയയിലൊക്കെ ഈ ഹൈ പോയിന്റ്സ് ഓഫ് ചീക്കും ഭയങ്കര ഓയിലി ആയിരിക്കും. സോ ഇവർക്ക് പ്രത്യേകിച്ച് ടിപ്പായിട്ട് പറയുന്നൊന്നുമില്ല. ഇവര് കോമ്പിനേഷൻ ഓഫ് ബോത്ത് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ് പറയുന്നത്. ഓയിലി സ്കിൻ കെയർ ആൻഡ് ഡ്രൈ സ്കിൻ കെയർ യൂസ് ചെയ്യാനാണ് പറയാം. എവിടെയാണോ ഡ്രൈ ഏരിയ അവിടെ കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ്. പിന്നെ
എവിടെയാണോ ഓയിലി ഏരിയ അവിടെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയാം. ഐ ഡോണ്ട് നോ ഹൗ പ്രാക്ടിക്കൽ ഇറ്റ് ഇസ്. 2 ടൈപ്പ് ഓഫ് മോയ്സ്ചറൈസേഴ്സ് അല്ലെങ്കിൽ 2 ടൈപ്പ് ഓഫ് ഫേസ് വാഷസ് ഒക്കെ എടുത്തുകൊണ്ട് പോകാൻ എത്രത്തോളം ഫീസിബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല. ബട്ട് യൂഷ്വലി കോമ്പിനേഷൻ സ്കിന്നുകാർ കോമ്പിനേഷൻ ഓഫ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ് പറയുക. ഇനി അതല്ലാന്നാണെങ്കിൽ ഐ വുഡ് സേ ഗോ ഫോർ ദി ലൈറ്റർ വൺ. ദാറ്റ് ഇസ് ഓയിലി സ്കിന്നുകാർക്ക് പറ്റുന്ന പോലത്തെ മോയ്സ്ചറൈസേഴ്സ്, ലൈറ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ബിക്കോസ് അഥവാ നിങ്ങളുടെ ഡ്രൈ പാച്ചസ് ഉള്ള ഏരിയ, ദാറ്റ് ഇസ് ഇഫ് യുവർ ചീക്സ് ആർ ഡ്രൈ, അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ മോയ്സ്ചറൈസർ ഇടാൻ പറ്റും. ആ ഏരിയയിൽ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഫേസിൽ ക്രീം ഇട്ടതിന് ശേഷം കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ട് ഡ്രൈ പാച്ചസ് എല്ലാം എടുത്തോട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഏരിയയിൽ കുറച്ചുകൂടെ എക്സ്ട്രാ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. പക്ഷേ ഇഫ് യു ഗോ ഫോർ തിക്കർ വേർഷൻസ് ഓഫ് മോയ്സ്ചറൈസേഴ്സ്, നമുക്കത് ഫുൾ ഫേസിലിട്ട് കഴിയുമ്പോൾ ഈ സോണൊക്കെ ഓയിലി ആണെങ്കിൽ ഓയിലി ഉള്ള ഏരിയയിൽ ഇനിയും ഭയങ്കരമായിട്ട് ക്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഇനിയും കുറേ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റിക്ക് ഓൺ ലൈറ്റർ പ്രോഡക്ട്സ് എന്ന് ഞാൻ പറയുന്നുണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ 4 സ്കിൻ ടൈപ്സ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും ആക്നെ പ്രോൺ സ്കിൻ ഓർ സെൻസിറ്റീവ് സ്കിന്നോ എന്നൊക്കെ. പക്ഷെ സെൻസിറ്റിവിറ്റി ഓർ ആക്നെ ഈസ് നോട്ട് എ സ്കിൻ ടൈപ്പ്, ഇറ്റ്സ് എ സ്കിൻ കണ്ടീഷൻ എന്ന് ഞാൻ പറയും. സോ യു കാൺ ടെൽ ഇറ്റ്സ് എ സ്കിൻ ടൈപ്പ്, ബട്ട് ഇറ്റ്സ് എ സ്കിൻ കണ്ടീഷൻ. ആ കണ്ടീഷനെ നമ്മൾ ടാർഗറ്റ് ചെയ്യാണ് വേണ്ടത്. സോ മെയിൻ ആയിട്ടുള്ളത് ഈ 4 സ്കിൻ ടൈപ്സ് ആണ് കേട്ടോ. നോർമൽ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ, ഡ്രൈ സ്കിൻ ആൻഡ് ഓയിലി സ്കിൻ. അപ്പൊ ഇതായിരുന്നു നമ്മുടെ സ്കിൻ ഇൻ ഡെപ്ത് സീരീസിലെ ഫസ്റ്റ് വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. ടാറ്റാ.